എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെയൊക്കെ ഇന്നത്തെ വിശേഷത്തിലേക്ക് പോയാലോ. ഇന്നത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയുടെ അടുത്ത് എന്നിട്ട് ഗൗരി കമലനെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കമലയ്ക്ക് ആകെപ്പാടെ വിഷമമാണ്. താൻ ഗൗരിയോട് തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത കമലയുടെ ഉള്ളിലുണ്ടാവുന്നുണ്ട്. പിന്നീട് ഗൗരി പറഞ്ഞു, കമലടുത്ത് വിഷമിക്കേണ്ട കേട്ടോ, എനിക്ക് കമലടുത്ത് യാതൊരു പിണക്കൊന്നുമില്ല. കമലടുത്തിയുടെ അവസ്ഥ കൊണ്ടല്ലേ കമലടുത്തി അങ്ങനെയൊക്കെ പറഞ്ഞേ, എനിക്ക് അതിനകത്ത് കുഴപ്പമില്ലെന്ന് പറയാം. എന്നാലും എന്നോട് ക്ഷമിക്കണം ഗൗരി, എനിക്ക് അങ്ങനെ പറ്റിപ്പോയി. അത് ശേഖരേട്ടൻ്റെ സ്നേഹം കണ്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ ഞാൻ ചെയ്തു പോയതാ. പക്ഷെ എനിക്കറിയാം നീ എൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തതെന്ന്, എൻ്റെ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഗൗരി, ഇത്രയും കാലമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെ ഒരു വാക്ക് പോലും സ്നേഹത്തോടെ എന്നോട് ചേരായിട്ട് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് അത്ര സ്നേഹത്തോടെയൊക്കെ സംസാരിക്കുന്നത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല ഗൗരി, അതാന്ന് പറയണം. സാരമില്ല കമലെടുത്തി പോട്ടെ എന്നും പറഞ്ഞിട്ട് ആശ്വസിപ്പിച്ചിട്ട് ഗൗരി നേരെ അടുക്കളയിലേക്ക് വരുവാണ്. അടുക്കളയിൽ വന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് ശങ്കർ കടന്നു വരുന്നുണ്ട്. ശങ്കർ ചോദിച്ചപ്പോൾ എന്താ അടുക്കള കാര്യം? ഞാൻ ചുമ്മാ വന്നാ, തന്നെയല്ലേ എൻ്റെ കൂടെ അവിടെ നിന്ന് ജോലി ചെയ്യുന്നേ, അപ്പം ഞാൻ അടുത്തൊന്നും നിൽക്കേണ്ടതിരിക്കണം. ശരി ആയിക്കോട്ടെ എന്ന് പറയാണ്. അങ്ങനെ ഗൗരിയുടെ അടുത്ത് ശങ്കറും കൂടെ നിൽക്കുവാണ്. അങ്ങനെ ശങ്കർ പറഞ്ഞു, അല്ല ഗൗരി, ഞാനൊരു കാര്യം പറയട്ടെ, എനിക്ക് ചെറുതിലെ ആരാകണമെന്ന ആഗ്രഹം എന്ന് ഗൗരിക്ക് അറിയാമെന്ന് ചോദിക്കും. ആരാകാനായിരുന്നു? ഡോക്ടർ എഞ്ചിനീയറോ അങ്ങനെ എന്തേലും വേണം? പിന്നെ ഡോക്ടർ എഞ്ചിനീയറും, എനിക്ക് ഡ്രൈവർ ആകാനായിരുന്നു ആഗ്രഹം, ലോഡ് ഡ്രൈവർ. എന്നിട്ട് എന്ത് പറ്റി? എന്ത് പറ്റാനാ, എനിക്ക് ആകാൻ പറ്റിയില്ല. അതെന്താ ഇത്രയ്ക്ക് ഇഷ്ടമാണോ ലോറി ഡ്രൈവർമാരെ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈവർമാരെ. ലോറി ഡ്രൈവർ എന്നല്ല, ഡ്രൈവിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമെന്ന് പറയണേ. അവരിങ്ങനെ ഓരോ കൊച്ചു വർത്താനങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തങ്കച്ചി അങ്ങോട്ട് വരുന്നത്. ഓഹോ കൊള്ളാലോ, രാവിലെ തന്നെ ഭാര്യയുടെ വാലെ പിടിച്ച് വന്ന് നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയണേ. നിനക്ക് നാണമില്ലാടെ എങ്ങനെ എപ്പോൾ നോക്കിയാലും ഈ ഗൗരിയുടെ വാലുംപുറകെ ഇങ്ങനെ നടക്കാനായിട്ട്? പെട്ടെന്ന് ശങ്കർ പറഞ്ഞു, അമ്മേ ഗൗരിക്ക് വാലുണ്ടോ? ഗൗരിക്ക് വാലുണ്ടായിരുന്നു, ഉറപ്പായിട്ട് ഞാൻ ആ വാലെ പിടിച്ച് തന്നെ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒരു വാലിൻ്റെ കുറവുണ്ടല്ലേ, എന്ത് ചെയ്യാനാ, കുഴപ്പമില്ല നമുക്ക് ഉണ്ടാക്കാന്ന് പറയണം. ശങ്കര, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ ഭാര്യയുടെ പുറകെ ഇങ്ങനെ തൂങ്ങി നടക്കുന്നത് അത് അത്ര നല്ല സ്വഭാവമല്ല, അറിയാലോ. ഭാര്യയുടെ പുറകെ നടക്കുന്നവൻ എന്നും അധപതനം ഉണ്ടായിട്ടുള്ളതെന്ന് പറയാം. അങ്ങനെയൊക്കെ ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ലോ. ഇതൊക്കെ അമ്മയുടെ ഓരോ പുതിയ കണ്ടുപിടുത്തങ്ങളായിരിക്കും അല്ലേ? കൊള്ളാം. അല്ല അമ്മ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നേ? ഞാനോ, എനിക്ക് അടുക്കള പാചകം ചെയ്യേണ്ടതെന്ന് നിൽക്കും. പാചകം ചെയ്യാൻ അമ്മ? അതിലല്ലേ ഗൗരി ഫുഡ് ഉണ്ടാക്കുന്നേ, എല്ലാവർക്കും ഉള്ള ഫുഡ് ഉണ്ടാക്കുന്നുണ്ടല്ലോ എന്ന് പറയണം. ഇവളുണ്ടാക്കുന്ന ആഹാരമേ അച്ഛൻ കഴിക്കുമോ? ഇല്ല, അച്ഛനെ ഞാൻ ഉണ്ടാക്കിയ ആഹാരം തന്നെ വേണം, ഇവളുടെ കൈ കൊണ്ട് ഉണ്ടാക്കിയൊന്നും അച്ഛൻ കഴിക്കില്ല എന്ന് പറയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരി പെട്ടെന്ന് എന്ത് ചെയ്യാണ്, അടുപ്പത്തിരിക്കുന്ന ആ പാത്രത്തിലേക്ക് പോയി പിടിക്കുകയാണ്. പെട്ടെന്ന് ഗൗരിയുടെ കൈ അങ്ങോട്ട് പൊള്ളി. കൈ പെട്ടെന്ന് പിൻവലിച്ച് അയ്യോ എന്ന് കരഞ്ഞു. എന്ത് പറ്റി, എന്താ ഗൗരി എന്ന് ചോദിക്കുകയാണ്. കൈ ചെറുതായിട്ടൊന്ന് പൊള്ളി, ഇങ്ങ് ഉണ്ടെന്നേന്ന് പറഞ്ഞിട്ട് ശങ്കർ ആ കൈ പിടിച്ചിട്ട് പെട്ടെന്ന് അത് വായിലേക്ക് വെക്കുവാണ്. ആ കൈവിരൽ അങ്ങോട്ട്. ഇത് തങ്കച്ചി അങ്ങോട്ട് പിടിച്ചില്ല. നീ എന്ത് പരിപാടിയാണ് ശങ്കരെ കാണിക്കണേ നിൽക്കും. എന്താമ്മേ, നിനക്ക് നാണം ഉണ്ടാടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കും? എന്തിനാ നാണിക്കുന്നേ? ഇതിനു മുമ്പ് വേണിമോളുടെ കൈ പൊള്ളിയ സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തേ, പിന്നെ ഗൗരിക്ക് എന്നെ പ്രത്യേകത ഇരിക്കുന്നേ, ഇവളെൻ്റെ ഭാര്യയല്ലേന്ന് ചോദിക്കും. നിന്റെയൊക്കെ കൂടെ അടുക്കള എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സമനിലയും കൂടെ തെറ്റും എന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് മാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി പോവാണ് തങ്കച്ചി. എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു നമ്മളുടെ ഈ സ്നേഹപ്രകടനങ്ങൾ. അമ്മയ്ക്ക് എവിടെയോ ഒരു കണ്ണുക്കടിയില്ലേ, ചെറിയൊരു സംശയം. നമുക്കൊരു പാര വരാൻ ചാൻസ് ഉണ്ട് ഗൗരി എന്ന് പറയണേ. ഗൗരി ചിരിക്കുകയോ ചെയ്യുന്നത്. ഈ സമയത്ത് തങ്കച്ചി എന്ത് ചെയ്യുവാണ്, പുറത്തേക്ക് നിന്നിട്ട് വേലക്കാരുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെല്ലുവാണ്. എൻ്റെ വേലക്കാട് വെച്ചു, നീ എന്തെടുക്കുവാണെന്ന് ചോദിക്കുക. അല്ല കൊച്ചമ്മ, എനിക്കിവിടെ കുറച്ച് പണിയുണ്ട്, ഞാനിവിടെ തൂത്തുടച്ച് വൃത്തിയാക്കുമായിരുന്നു. ഇപ്പം നീ അങ്ങനെ തൂത്തുടച്ച് വൃത്തിയാക്കണ്ട, നിനക്ക് അതിനേക്കാളും വലിയൊരു പണിയുണ്ടെന്ന് പറയാം. അല്ല എന്താ കൊച്ചമ്മ ഉദ്ദേശിച്ചേക്കുന്നത്? ആ ഗൗരിക്കിട്ടൊരു പണി കൊടുക്കണ്ടേ? നമുക്കിട്ട് പണി തന്നാൽ അവളെ വെറുതെ വിടാൻ പറ്റുമെന്ന് ചോദിക്കണം. ഉറപ്പായിട്ടും കൊടുക്കണം കൊച്ചമ്മേ. ഇച്ചിരി അഹങ്കാരം കൂടുതലുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, അവളവിടെ ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ആഹാരം അവിടെ ഇരിപ്പുണ്ട്. ഞാനുണ്ടാക്കിയ ആഹാരത്തിലൊന്നും ചെയ്യരുത്, ഗൗരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആഹാരത്തിൽ വേണം ഒന്നെങ്കിൽ ഉപ്പ് അല്ലെങ്കിൽ മുളക്, ഒന്നെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് കൂട്ടിക്കുഴച്ചങ്ങ് ഇട്ടേരെ. അവളുടെ ആഹാരം ഇന്നത്തോടു കൂടി അവളുടെ കഴിപ്പങ്ങ് നിൽക്കണം. ശങ്കറിന് അവളുണ്ടാക്കുന്ന ആഹാരം മതി പോലും, ഞാനുണ്ടാക്കുന്ന ആഹാരം ഒന്നും വേണ്ടാന്ന്. അന്നെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് തന്നെ കാര്യം. ശങ്കർ ഇന്ന് ഫുഡിന് മുമ്പിൽ എഴുന്നേറ്റ് പോകുന്ന എനിക്കൊന്ന് കാണണം. ഇന്ന് അവൻ പട്ടിണി ഇരിക്കുമെന്ന് പറയാണ്. അവളുടെ ഭാര്യയുടെ പുറകെ നടന്നിട്ട് അവനിട്ട് നല്ലൊരു പണി തന്നെ കൊടുക്കണമെന്ന് പറയണം. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേന് ഇന്ന് ഗൗരിക്കിട്ട് 2 എണ്ണം കിട്ടുമെന്ന് പറയാണ്. അപ്പോൾ ഗൗരിയെ തല്ലു വിളിക്കാനുള്ള വഴികളൊക്കെ ഇങ്ങനെ തങ്കച്ചി വേലക്കാരിക്ക് പറഞ്ഞു കൊടുക്കുക. വേലക്കാർ പറഞ്ഞു, ഇതെന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ?
ഞാൻ വേണ്ട പോലെ എല്ലാം ചെയ്തോളാം, കൊച്ചമ്മ ധൈര്യമായിട്ട് ഇരുന്നോളാം പറഞ്ഞു. അറിയാലോ, ഉപ്പും മുളകും നന്നായിട്ടങ്ങ് ചേർത്തോളാൻ പറയാണ്. ഈ സമയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുക്കള ഗൗരിയുടെ അടുത്തിരിക്കുന്നു ശങ്കർ. ഗൗരി, ഞാൻ ഒരു കാര്യം പറയട്ടെ. എന്താ ശങ്കു? അല്ല, പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഇപ്പൊ ഉറപ്പായിട്ട് മിക്കവാറും വേലക്കാരി ഇങ്ങോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അതെന്താ ശങ്കു അങ്ങനെ പറഞ്ഞേ? കണ്ടോ, ഞാൻ പറയുന്ന കേക്ക്. വേലക്കാരി വന്നു കഴിയുമ്പോൾ നീ വേലക്കാരോട് പറയണം, അതെ ഈ കറിയൊന്നും നോക്കാവോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകണം. അതെന്തിനാ അങ്ങനെ പറയണേ? എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് ചെയ്യാവുന്ന ജോലിയല്ലേ ഉള്ളൂ. അതൊന്നുമല്ല, ഞാൻ പറയുന്ന കേക്ക്. ബാക്കിത്തെ കാര്യം പിന്നീട് എന്ത് ചെയ്യുവാണ്? ശങ്കർ ഗൗരി പറഞ്ഞു, അതെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോവാം, ഈ പാത്രങ്ങൾ തമ്മിൽ അങ്ങോട്ട് മാറ്റി വെക്കാൻ പോവാന്ന് പറയണം. പാത്രങ്ങൾ തമ്മിൽ മാറ്റി വെക്കാനോ? എങ്ങോട്ട്? ഇത് അമ്മയുടെ കറി, ഇത് നീ ഉണ്ടാക്കിയ കറി, ഈ കറികൾ രണ്ടും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാന്ന് പറയണം. എന്നിട്ട് നീ ഈ അമ്മ ഉണ്ടാക്കിയ കറി ഇളക്കിക്കൊണ്ടിരിക്കണം. എന്നിട്ട് വേണം വേലക്കാരി വരുമ്പോഴത്തേനും നീ പറയാനായിട്ട് ഈ കറിയൊന്ന് നോക്കാൻ പറ്റില്ല അങ്ങോട്ട് മാറിപ്പോകാനായിട്ട്. ഞാൻ പറയുന്നൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ നിൽക്കണം. മനസ്സിലാവുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേലക്കാരി അങ്ങോട്ട് വരുവാണ്. പെട്ടെന്ന് തന്നെ ഗൗരി പറഞ്ഞു, അതെ ചേച്ചി ഇങ്ങോട്ട് വന്ന് ഈ കറി ഒന്ന് ഇളക്കാവും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയണം. ശരി ശരി മോള് പൊക്കോളാൻ പറയണം. വേലക്കാരി അങ്ങനെ കയറുവാണ് അങ്ങോട്ട്, അടുക്കളയിലേക്ക് ഞാൻ കയറുവാണ്. പിന്നീട് കാണിക്കുന്നത് ഫുഡ് കഴിക്കാനായിട്ട് മഹാദേവൻ വന്ന് ടേബിളിലേക്ക് ഇരിക്കുകയാണ്. ഈ സമയത്ത് മുത്തശ്ശി ഇരുന്ന് ഫുഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തശ്ശിയോട് ചോദിച്ചു, എന്താ പഴയതുപോലെ ഉഷാറൊന്നും ഇല്ലല്ലോ, ആ മണിയടി ശബ്ദം ഒന്നും കേൾക്കുന്നില്ലോ, നന്നായിട്ട് അങ്ങോട്ട് അടിക്കാൻ മേലായിരുന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് തങ്കച്ചി ആഹാരമായിട്ട് അങ്ങോട്ട് വരുവാണ്. ശങ്കറും വന്നിരുന്നു. ശങ്കർ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഗൗരി ശങ്കറിനുള്ള ഫുഡുമായിട്ട് വരുവാണ്. തങ്കച്ചി വന്നിട്ട് ചോറ് വിളമ്പി കൊടുത്തു. ഗൗരിയുടെ കറി അങ്ങോട്ട് കൊടുത്തു. ശങ്കർ അതെല്ലാം കൂട്ടി കുറച്ച് കഴിക്കാൻ തുടങ്ങണം. അപ്പൊ തങ്കച്ചി ഇങ്ങനെ നോക്കൂ, ഇതെന്താ ഈ കറിക്കകത്ത് ഉപ്പൊന്നും മുളകൊന്നും ഇട്ടിട്ടില്ലേ, ഇവൻ നല്ല കൂളായിട്ടിരുന്ന് കഴിക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ തനിക്ക് തോന്നുന്നതായിരിക്കും, ഇട്ടിട്ടുണ്ടായിരിക്കും, ഇവൻ തന്നെ പറ്റിക്കാൻ വേണ്ടി കഴിച്ചോണ്ടിരിക്കുന്നതായിരിക്കും. അപ്പം ശേഖർ അങ്ങോട്ട് വന്നു. അപ്പം ശേഖറിനോട് മഹാദേവൻ പറഞ്ഞു, അതെ ആ കുന്നംകുളത്തെ ബാറുണ്ടല്ലോ, നീ അവിടെ വരെ ഒന്ന് പോകണം കേട്ടോ, അവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം എക്സൈസ് ഓഫീസറായിട്ട് വന്ന പുതിയ പുള്ളിക്കാരനുണ്ടല്ലോ, അയാളത്ര ശരിയല്ല, നമ്മുടെ പിള്ളേരെ പിടിച്ചെന്തോ ചോദ്യം ചെയ്യുന്നൊക്കെ പറയുന്നത് കേട്ടു, എന്തോ കുപ്പി കൊണ്ടുവന്ന് വെച്ചെന്നോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് അന്വേഷിക്കണമെന്ന് പറയാം. ഞാൻ പോകാച്ചാന്നൊക്കെ പറയണം. ഇവിടെ തങ്കച്ചി നീ എന്ത് നോക്കിയിരിക്കുവാ, എനിക്ക് ഫുഡ് ഇങ്ങോട്ട് വിളമ്പാൻ പറയാണ്. തങ്കച്ചി പെട്ടെന്ന് ആഹാരം വിളമ്പുകയാണ് മഹാദേവൻ്റെ പാത്രത്തിനകത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, അതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറിയാണ് ഞാൻ ഉണ്ടാക്കിണ്ടേ, ഒന്ന് രുചിച്ച് നോക്കി, നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറയാണ്. പിന്നെ ശേഖരണം വിളമ്പുകയാണ്. മഹാദേവന് ഇച്ചിരി കറി കൂട്ടി നോക്കിയപ്പോൾ ഇറക്കാൻ പറ്റുന്നില്ല, ഉപ്പ് വരുവും കാരണം താഴേക്ക് ഇറക്കാൻ പറ്റുന്നില്ല. ഇതെന്ത് കറിയാടെന്ന് ചോദിക്കും. അതെന്താ കറി നല്ലല്ലേ? കറി നല്ലത്, എന്ത് കൂട്ടി നോക്കിയാൽ ഉപ്പ് വരുവും കാരണം അത് ഇറക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയാണ്ട് ഈ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചത്. അവൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നു. ശേഖർ നോക്കിയിട്ട് ശേഖരനും കഴിക്കാൻ പറ്റുന്നില്ല. മഹാദേവൻ അവിടെ ഇരിക്കടിയെന്ന് പറയാണ്. അവിടെ പിടിച്ചിരുത്തി ഇത് കഴിക്കടിയെന്ന് പറഞ്ഞു. എന്നിട്ട് വേലക്കാട് പറഞ്ഞു വിളമ്പി കൊടുക്കാൻ പറയാണ്. ഇത് മൊത്തം കഴിച്ചിട്ട് നീ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ മതി എന്ന് പറയാണ്. വേലക്കാട് നേരെ ഇങ്ങനെ നോക്കുവാണ് രൂക്ഷമായിട്ട് തങ്കച്ചി, നീ എനിക്കിട്ട് തന്നെ പാര പണിന്ന് എന്നുള്ള രീതിയിൽ. അപ്പോൾ വേലക്കാരി ഓർക്കുന്നത്, ഞാൻ കൊച്ചമ്മ ഉണ്ടാക്കുന്ന കറിക്കകത്താണല്ലോ ഇട്ടെ, പിന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ത് ചിന്ത ഉണ്ടാകുന്നുണ്ട്. ഈ സമയത്ത് ശങ്കർ നന്നായിട്ട് ഫുഡ് കഴിക്കുക, ആസ്വദിച്ചിരുന്ന് കഴിക്കുക. പറഞ്ഞു, അതേ അമ്മയ്ക്ക് വേണേൽ ഈ കറി ഇച്ചിരി കൂട്ടിക്കോട്ടോ, ഗൗരി ഉണ്ടാക്കിയ കറിയാ, നല്ല അടിപൊളി കറിയാന്ന് പറയാണ്. ഈ സമയം മഹാദേവനോട് പറഞ്ഞു, അച്ഛന് ഈ കറി വേണോ, നല്ല കറിയാന്ന് പറയാണ്. ഈ കറി കൂട്ടിച്ചിട്ട് ആഹാരം കഴിച്ചു, നന്നായിട്ട് ചോറുണ്ടാന്ന് പറയാണ്. മഹാദേവൻ എന്ത് ചെയ്യണം എന്നത്തില്ലാത്ത അവസ്ഥയായിപ്പോയി. മഹാദേവൻ ഇങ്ങനെ ഇരിക്കുവാണ്. ഒരു തങ്കച്ചി ഇത് കൂട്ടി ഞാൻ എങ്ങനെ കഴിക്കണേ, വേറെ കറിയൊന്നും ഇല്ലേന്ന് ചോദിക്കുവാണ്. അങ്ങനെ ഒത്തിരി മഹാദേവനോട് ശങ്കർ പറഞ്ഞു, അച്ഛാ വലിയ വാലൊന്നും കാണിക്കണ്ട, ഗൗരി ഒരു കാര്യം ചെയ്യുക, അച്ഛൻ ഈ കറി കുടിച്ചിട്ട് കൊടുക്കാൻ പറയാണ്. അങ്ങനെ മഹാദേവന്റെ പ്ലേറ്റിനകത്തേക്ക് ഗൗരി താനുണ്ടാക്കിയ കറി കുറച്ചങ്ങ് കോരി കൊടുക്കുവാണ്. ശേഖറിനും കുറച്ച് കൊണ്ടേ കൊടുത്തു. മഹാദേവനെ കഴിച്ച് മഹാദേവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കറി, നല്ല ടേസ്റ്റ് ഉണ്ട്. മഹാദേവൻ ചോറുണ്ടെന്ന് കാണുമ്പോൾ തന്നെ ശങ്കർ കണ്ടോ അച്ഛന് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി കറിയാന്ന് പറയാണ്. അതുകൊണ്ട് ഇനി ഒരു കാര്യം ചെയ്യാം, അമ്മയ്ക്കൂടെ ഇച്ചിരി കൊടുക്ക് എന്ന് പറയാണ്. മഹാദേവൻ ശരിയാ, നിന്റെ അമ്മയ്ക്കൂടെ ഇച്ചിരി കൊടുക്ക്, എന്നിട്ടേ നീ എങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നത് അവളോട് ചോദിച്ചൊന്ന് കണ്ട് പഠിക്കാൻ പറയണം. തങ്കച്ചി ആകെപ്പാടെ നാണം കെട്ട് ചമ്മി നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല. ചക്കിന് വെച്ച് കൊക്കിനും ഉണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് പറ്റുന്നത്. എന്തൊക്കെ പരിപാടികൾ ഗൗരിക്കിട്ട് വെച്ചാലും അതെല്ലാം തിരിച്ച് തങ്കച്ചിക്കിട്ട് വന്ന് ചേരുക ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്ന പ്രൊഫസറുടെ വീടാ. അപ്പം നന്ദിനിയമ്മ അടുക്കള ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം മുത്തശ്ശി പറഞ്ഞു, എൻ്റെ ഗുളിക തീർന്നല്ലോ എന്ന് പറയാണ്. അതോ അതിന്ന് ആദർശമോൻ വൈകുന്നേരം വരും മേടിച്ചോണ്ട് വരും അമ്മയെന്ന് പറയണം. ശരി. അപ്പോഴാണ് വേണു നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത്. എങ്ങനെയുണ്ട് നന്ദിനിയമ്മ, ഈ ഡ്രസ്സ് കൊള്ളാമെന്ന് ചോദിക്കണം. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്, എൻ്റെ മോൾ ഏത് ഡ്രസ്സ് ഇട്ടാലും നല്ലതല്ലേന്ന് ചോദിക്കുകയാണ്. മുത്തശ്ശിയോട് ചോദിച്ചു, മുത്തശ്ശി ഇത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കണം.
മുത്തശ്ശി മിണ്ടുന്നില്ല. മനസ്സിലായി, എനിക്ക് മനസ്സിലായി. എന്നോട് പിണക്കല്ലേ മുത്തശ്ശിക്ക്? എന്തിനാ മുത്തശ്ശി എന്നോട് പിണങ്ങുന്നേ? ഗൗരിയുടെ കാര്യത്തിനാ? മുത്തശ്ശി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട കേട്ടോ. ചില സ്ഥലങ്ങളിൽ നമ്മൾ തോറ്റു കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ തോറ്റു കൊടുക്കുമ്പോഴാ നമ്മൾ ജയിക്കുന്നേ. അതെന്നാന്ന് മുത്തശ്ശിക്ക് മനസ്സിലായോ? നമ്മൾ തോറ്റു കൊടുക്കുമ്പോൾ അവർ വിചാരിക്കും അവർ ജയിച്ചെന്ന് കരുതി അവരിരിക്കും. അപ്പം വേണം നമുക്ക് ജയിക്കാനായിട്ട്. ഇതിപ്പം മുത്തശ്ശിക്ക് മനസ്സിലാവില്ല. പക്ഷെ മുത്തശ്ശിക്ക് പതിയെ ഇതൊക്കെ മനസ്സിലായിക്കോളൂ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി ഇങ്ങനെ ആലോചിക്കും, ഇതെന്താ വേണ്ടി പറയണമെന്ന് ഓർത്ത് ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയും ഞാൻ വരാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു. നന്ദി.